അതാ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവനോട്, ഫോൺ വിളിച്ചുകൊണ്ട് സല്ലപിക്കാൻ വരുന്നവനോട്, എടാ മരിക്കണ്ടേടാ, അള്ളാടെ മുന്നിൽ പോകണ്ടേടാ, മസറയിൽ പോയി നമ്മ കണക്ക് പറയണ്ടേടാ, 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാ മോളെ വന്ന വഴിയെ തിരിച്ചു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കിയാൽ, അതിനെ നീ അവഹേളിച്ചാൽ, അവരെ നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് കടന്നു വരൂല. അല്ലാഹു ഹൃദയം സീല് വെക്കുകയാ, ചെവി രണ്ടും മൂടി വെക്കുകയാ, പിന്നെ ഒന്നും നിന്റെ ഹൃദയത്തിൽ ഇറങ്ങൂലല്ലോ. അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്തു പറഞ്ഞാലും തിരിയൂല, എന്തു പറഞ്ഞാലും തിരിയൂല. വലിയ ഉപദേശം കേട്ടാൽ, വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഊ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബിന്റെ അല്ലാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട്, എന്തു പറഞ്ഞു കൊടുത്തിട്ടും അവരനുസരിക്കുന്നില്ല. അവര് കളിയാക്കുകയാ, അവര് നിസാരമാക്കുകയാ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർ തെറ്റിയപ്പോ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെയും തെറ്റിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവരോട് പറയുകയാ, നിസാരമാക്കുന്നവരോട് പറയുകയാ, നീ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാ. 2, അല്ലാഹു നിന്റെ ഹൃദയമങ്ങ് സീല് വെക്കുകയാ, പിന്നെ നിനക്ക് രക്ഷയില്ല, പിന്നെ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവേ അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാണ്. പടച്ചവനെ ഞങ്ങളെ നിസാരമാക്കിയിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരാതെ തടഞ്ഞു വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ